ഹായ് ഹലോ എല്ലാവർക്കും സുജാസ് കിച്ചൺ വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ റവ വെച്ചിട്ടുള്ള സ്നാക്സ് കേട്ടോ. അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് ഒരു പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പാൻ ചൂടായപ്പോൾ അതിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്തു കേട്ടോ. അതിലേക്ക് 1 ടീസ്പൂണോളം എണ്ണ ചേർക്കുക കേട്ടോ. പൊടി ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് എണ്ണ ചേർക്കുന്നത് കേട്ടോ. ഇനി അതിലേക്ക് ഉപ്പ് ചേർക്കുക. ആവശ്യത്തിനുള്ള ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തതിന് ശേഷം അത് ആകെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. എല്ലായിടത്തേക്കും ഒരുപോലെ മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട്. വെള്ളം തിളച്ചതിന് ശേഷം അതിലേക്ക് ഒരു ഫ്ലേവറിൻ്റെ മണത്തിന് മസാല ഇടുക കേട്ടോ. കറി മസാല ഇടുന്ന കേട്ടോ അതിലേക്ക് ഒരു മണത്തിനായിട്ട്. അപ്പോൾ ആ മസാല ഇട്ടതിന് ശേഷം ഒന്ന് നന്നായി ഇളക്കി മിക്സ് ആക്കിയിട്ട് കൊടുക്കുക കേട്ടോ കയ്യിലുണ്ട്. പിന്നീട് നമ്മൾ 2 കപ്പ് വെള്ളമല്ലേ ചേർത്തുള്ള ആ 2 കപ്പിലേക്ക് 2 കപ്പ് തന്നെ റവയും ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേശ്ശെ ഇട്ടിട്ട് ഇങ്ങനെ മിക്സാക്കി ഇളക്കി കൊടുക്കുക കട്ട കുത്താതെ. കുറേശ്ശെ തീ നല്ല സ്ലോയിലാക്കി വെക്കണം കേട്ടോ. അപ്പോൾ ആ കപ്പോണ്ടുള്ള 2 കപ്പ് റവ എടുത്തിട്ടുള്ളത് വെള്ളവും. അപ്പോൾ എല്ലാം 2 കപ്പ് റവയും ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ചെറിയ ചൂടിലിട്ട് ഒന്ന് വാട്ടിയെടുക്കാം നമുക്ക് പൊടീനെ. ഒന്ന് എല്ലായിടത്തും ഇളക്കി തട്ടിയിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് നന്നായി ചേർത്ത് കൊടുക്കണം കേട്ടോ. നനയാത്ത പൊടിയൊക്കെ ഒന്ന് അടിയിൽ നിന്ന് ഇളക്കി മിക്സാക്കിയിട്ട് ഒരുപോലെ ആക്കി എടുക്കുക. എന്നിട്ട് ഇറക്കി വയ്ക്കുക. ഇനിയിപ്പോൾ പൊടി ഏതാണ്ട് വാടിയ പോലെ കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്കൊരു വേറെ പാത്രത്തിലേക്ക് നമ്മൾ മാവിനെ മാറ്റിയിട്ടോ. പിന്നെ ചൂടോടുകൂടി നമുക്കൊരു ഗ്ലാസ് എടുത്തിട്ട് നന്നായി ഇങ്ങനെ കുഴച്ച് കൊടുക്കട്ടെ. കൈ കൊണ്ട് ചൂട് കാരണം കുഴയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ അമർത്തി നന്നായി ഒന്ന് കുഴച്ച് കൊടുക്കുക. അപ്പോൾ വേഗം ചൂടാറിന് ശേഷം കൈ കൊണ്ട് ഇങ്ങനെ കുഴച്ചെടുക്കുക കേട്ടോ. കൈ കൊണ്ട് നന്നായി മിക്സാക്കി കുഴച്ചെടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് ഓരോ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ ഏത് ഷേപ്പിൽ വേണമെങ്കിൽ നമുക്കത് ആക്കാം. ഉരുട്ടിയിട്ടാണെങ്കിൽ ഉരുട്ടി വയ്ക്കുക, അല്ലെങ്കിൽ പരത്തി ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുക. എങ്ങനെയാണ് ചെയ്യുക കേട്ടോ. കണ്ടോ അതുപോലെ ഉരുട്ടി വയ്ക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ അല്ലാതെ ഇതുപോലെ ഉരുട്ടി വയ്ക്കുക കേട്ടോ. അപ്പോൾ ഒരുവിധം ഉരുട്ടൽ കഴിഞ്ഞു തുടങ്ങിയിട്ട് മോൾ ഭാഗം ഒന്ന് പ്രസ്സാക്കിയിട്ട് വെച്ചാൽ ഒന്നുകൂടി നന്നായി വേഗം നമ്മുടെ സ്നാക്സ് റെഡിയാവും കേട്ടോ. ഒരിഞ്ഞ് കിട്ടും. അപ്പോൾ ഏത് ഷേപ്പിൽ വേണമെങ്കിൽ നമുക്ക് അത് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാ മാവും ഉരുട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഒരു പ്ലേറ്റിൽ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു പാൻ വെച്ചിട്ട് ചൂടായിട്ട് അതിലേക്ക് എണ്ണ ഒഴിക്കട്ടെ. നമുക്കത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനുള്ളത്. നല്ല ഫുള്ള് എണ്ണ വേണമെന്നൊന്നുമില്ല. ആവശ്യത്തിനൊന്ന് പരന്ന് കിടക്കുന്ന തരത്തിൽ ഒഴിച്ചിട്ട് ചൂടായതിന് ശേഷം നമുക്ക് സ്നാക്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായിട്ട് അപ്പോൾ ഓരോ ഉരുളകളെടുത്തിട്ട് ഒന്ന് അമർത്തിയിട്ട് ഇങ്ങനെ എണ്ണയിലേക്ക് വെച്ച് കൊടുക്കുക. കണ്ടോ അതുപോലെ. അപ്പോൾ വേഗം ഇങ്ങനെ റോസ്റ്റായി കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ കഴിക്കാനായിട്ട്. ഇനി ഇത് റോസ്റ്റ് ആയതിന് ശേഷം നമുക്കതിൽ മുളക് പൊടി ഇങ്ങനെ വെതറി കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കുടഞ്ഞു കൊടുക്കട്ടെ. അപ്പോൾ നല്ല രസം ഉണ്ടാവും.
അപ്പോൾ ഇതുപോലെ പരത്തിയാൽ എല്ലാ സ്നാക്സും വെച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ റോസ്റ്റ് ചെയ്ത് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കണ്ടോ, എല്ലാം റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മുളക് പൊടി ഒന്ന് വിതറി കൊടുക്കാം കേട്ടോ. മുകളിൽ കൂടെ കാശ്മീരി പൊടി നട്ടുണ്ട്, മുളക് പൊടി ഇട്ടുള്ളത് കാശ്മീരി ചില്ലി പൗഡർ. കുറച്ചിങ്ങനെ തൂളിച്ചിട്ടിട്ട് ഒന്ന് നമുക്ക് പ്ലേറ്റ് ഇങ്ങനെ ഒന്ന് കുടഞ്ഞ് കൊടുക്കാം, അല്ലെങ്കിൽ ഒന്ന് വല്ല ചട്ടം കൊണ്ട് ഇങ്ങനെ മറച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലായിടത്തേക്കും ഒരുപോലെ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ സ്നാക്സ് ഉണ്ടാക്കുന്ന പരിപാടി ഇന്നത്തെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക കേട്ടോ. പുതുതായി എല്ലാവരും കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ബൈ.